നോക്കാം എന്റർടൈൻമെന്റ് ന്യൂസ്. 2024 കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനം നവംബർ 3-ന്. ബ്രഹ്മയുഗത്തിലെ പ്രകടനത്തിന് മമ്മൂട്ടിയും, കിഷ്കിന്ധകാന്തം, ലെവൽ ക്രോസ് എന്നീ ചിത്രങ്ങളിലെ പ്രകടനത്തിനായി ആസിഫ് അലിയും മികച്ച നടന്മാരുടെ പട്ടികയിൽ അവസാന റൗണ്ടിലാണെന്ന് വിവരം. 128 ചിത്രങ്ങൾ മത്സരത്തിനെത്തിയെങ്കിലും അവസാന റൗണ്ടിലുള്ളത് 38 ചിത്രങ്ങളാണ്. ഫലപ്രഖ്യാപനം നടത്തുക പ്രകാശ് രാജ് അധ്യക്ഷനായ ജൂറി. ഗണപതിയും സാഗർ സൂര്യയും പ്രധാന വേഷത്തിലെത്തുന്ന പ്രകമ്പം എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് മോഷൻ പോസ്റ്റർ പുറത്ത്. കൊച്ചിയിലെ യുവാക്കളുടെ ഹോസ്റ്റൽ ജീവിതവും കണ്ണൂരും പശ്ചാത്തലമാക്കുന്ന ചിത്രത്തിൽ അമീൻ, മല്ലിക സുകുമാരൻ, അസീസ് നെടുമങ്ങാട്, കലാഭവൻ നവാസ്, പി കുഞ്ഞികൃഷ്ണൻ എന്നിവരാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ശീതൽ ജോസഫാണ് നായിക. തമിഴ് സൂപ്പർഹിറ്റ് സംവിധായകൻ കാർത്തിക് സുബ്ബരാജിന്റെ നിർമ്മാണ കമ്പനിയായ സ്റ്റോൺ ബെഡ് സ്റ്റുഡിയോസും നവരത്ന ഫിലിംസിന്റെ ബാനറിൽ ശ്രീജിത്ത് കേസ്, കാർത്തികേയൻ, സുധീഷൻ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. നോബൽ ബാബുവിനെ നായകനാക്കി വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന പുറത്തിറങ്ങിയ ചിത്രം കരത്തിന്റെ OTT റിലീസ് തീയതി പുറത്ത്. ചിത്രം നവംബർ 7-ന് മനോരമ മാക്സിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് വിവരം. ലെവിൻ സൈമണിന്റെ 8ാമത്തെ ചിത്രം വവ്വാലിന്റെ ചിത്രീകരണം ഉടൻ ആരംഭിക്കും. ഒഡ്മാന്റെ പ്രൊഡക്ഷനിൽ ബാനറിൽ ഷപ്മോൻ ബി പറവിൽ സംവിധാനം ചെയ്യുന്ന 2ാമത്തെ ചിത്രമാണ് വവ്വാൽ. ഈ ചിത്രത്തിലെ ആദ്യ മലയാളി സാന്നിധ്യമാണ് ലെവിൻ സൈമൺ. സിനിമ സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല സിനിമാ സ്നേഹികൾക്കിടയിലും വളരെയധികം ചർച്ചയായിട്ടുള്ള സിനിമയാണ്. മറ്റു പ്രമുഖ താരങ്ങളും അഭിനയിക്കുന്ന ചിത്രത്തിന്റെ ചിത്രീകരണം ഉടൻ ആരംഭിക്കും. വനം വകുപ്പിന്റെ നിയമങ്ങൾ ഒരു സമൂഹത്തെ